PTU BTech Mechanical Engineering 7th semester Design of Machine Elements 1 സബ്ജക്റ്റിന്റെ 5th മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ മൊഡ്യൂളിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് കണ്ടത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹെലിക്കൽ സ്പ്രിങ്സിന്റെ ഡിസൈൻ ആണ് നോക്കുന്നത്. സ്ട്രെസ് ആൻഡ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ്. ഒരു ഹെലിക്കൽ സ്പ്രിങ്ങിന്റെ ടെർമിനോളജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പോ നമ്മളൊരു വെർട്ടിക്കലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള ഒരു ഹെലിക്കൽ സ്പ്രിങ്ങിന്റെ ഒരു കേസ് ആണ് നോക്കുന്നത്. അപ്പൊ ആ ഒരു സ്പ്രിങ്ങില് F എന്ന് പറഞ്ഞ് ഒരു ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യാന്ന് വിചാരിക്കും. ഓക്കെ, ഒരു ആക്സിയൽ ലോഡ്, ടെൻസൈലോ കംപ്രസീവോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ലോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്പ്രിങ്ങില് ഒരു ടോർഷൻ ആക്ട് ചെയ്യും. ഓക്കെ, ഒരു ടോർക്ക് ആക്ട് ചെയ്യും. ദെൻ ആ ഒരു ടോർക്ക് കാരണം ആ ഒരു സ്പ്രിംഗ് വയറിൽ ഒരു ടോർഷണൽ ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ ഈ ഒരു ലോഡ് F ആക്ട് ചെയ്യുന്നത് കാരണം ഒരു ഡയറക്റ്റ് ഷിയർ ഫോഴ്സും ഈ ഒരു സ്പ്രിംഗ് വയറിൽ ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ ഈ രണ്ട് രീതിയിലുള്ള ഫോഴ്സുകൾ കാരണം, അതായത് ഒരു ടോർക്കും ഒരു ഷിയർ ഫോഴ്സും കാരണം ഈ ഒരു സ്പ്രിംഗ് വയർ ഫെയിൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഷിയർ സ്ട്രെസ് ആണ് അൾട്ടിമേറ്റ്ലി ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് കാരണം, ടോർഷൻ കാരണം ഒരു ഷിയർ സ്ട്രെസ് ആണ് ഈ ഒരു സ്പ്രിംഗ് വയറിൽ ഡെവലപ്പ് ചെയ്യുക. ദെൻ അതുവഴി ഈ ഒരു സ്പ്രിംഗ് ഫെയിൽ ചെയ്യാം. ഓക്കെ, അപ്പോ ആ ഒരു ഫെയിലിയർ ഓവർകം ചെയ്യാനായിട്ട് എത്രത്തോളം ഡയാമീറ്റർ ഇവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോ ഈ ഒരു സ്ട്രെസ്സിന്റെ ഇക്വേഷൻ ആണ് നമ്മളിപ്പോ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടുത്തെ ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വയർ ഡയാമീറ്റർ കാണിച്ചിട്ടുണ്ട്, അതേപോലെ മീൻ കോയിൽ ഡയാമീറ്റേഴ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊരു സ്പ്രിങ്ങിന്റെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പാരാമീറ്റേഴ്സ് ആണ് ഇത് രണ്ടും. ദെൻ ടെൻസൈലോ കംപ്രസീവോ ഏത് രീതിയിലുള്ള ഫോഴ്സ് ആക്ട് ചെയ്താലും അവിടെ ഒരു ടോർഷനും ഒരു ഷിയർ ഫോഴ്സും ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി ചിന്തിക്കാം. അതായത് ഒരു ഹെലിക്കൽ ഷേപ്പിലാണ് ഒരു സ്പ്രിങ് നമ്മൾ വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് സ്പ്രിങ്ങിനെ വെർട്ടിക്കലായിട്ട് നിർത്തിയിട്ട് അതിന്റെ മുകളിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു ടോർക്ക് ആക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ എങ്ങനെ വെച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്താലും സ്പ്രിങ്ങിന് ഒരു ആക്സിസ്, അതിന്റെ മിഡിലായിട്ട് ഏറ്റവും സെൻട്രലായിട്ട് സ്പ്രിങ്ങിന് ഒരു ആക്സിസ് ഉണ്ടായിരിക്കും. ഈ ഒരു ആക്സിസിൽ നിന്ന് ആ ഒരു ആക്സിസിന് അലോങ് ആയിരിക്കും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ആക്ഷൻ എപ്പോഴും ആക്സിസിലായിരിക്കും. ആക്ച്വലി ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നമ്മൾ സ്പ്രിങ്ങിലേക്ക് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇവിടെ മുകളിലും താഴെയായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സർഫസുകളാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സർഫസുകളായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ആക്ച്വലി ആ സർഫസിൽ കോണ്ടാക്ട് ചെയ്യുന്നത് സ്പ്രിങ്ങിന്റെ ഒരു എൻഡ് ആയിരിക്കും. ഓക്കെ, പലതരത്തിലെ എൻഡ് കൺസ്ട്രക്ഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. അപ്പൊ ഇവിടെ ഒരു പ്ലെയിൻ എൻഡഡ് ആയിട്ടുള്ള ഒരു സ്പ്രിംഗ് ആണ് കാണിച്ചിട്ടുള്ളത്. ഗ്രൗണ്ട് എൻഡും അതേപോലെ സ്ക്വയർ എൻഡ്, ഗ്രൗണ്ട് ആൻഡ് സ്ക്വയർ എൻഡ് എന്നൊക്കെ കൊണ്ട് പലതരത്തിലുള്ള എൻഡ് കൺസ്ട്രക്ഷൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് കാണിച്ചിട്ടുള്ളത് ഒരു പ്ലെയിൻ എൻഡഡ് ആയിട്ടുള്ള ഒരു സ്പ്രിംഗ് ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ രണ്ട് പോയിന്റ് ആണ് മുകളിലും താഴെയുള്ള സർഫസുകളിൽ കോണ്ടാക്ട് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, പക്ഷെ ഇവിടത്തെ ഫോഴ്സ്, അതിന്റെ ഒരു ആക്ഷൻ വരുന്നത് ഇതിന്റെ ആക്സിസിന്റെ, ഈ ഒരു സെൻട്രൽ ആക്സിസിന്റെ ഡയറക്ഷനിൽ തന്നെയാണ് ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോ ഈ ഒരു കോണ്ടാക്ട് പോയിന്റും ഈ ഒരു ആക്സിസും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ അവിടെ നമുക്ക് ഒരു ഹാൻഡിൽ ഉള്ളതായിട്ട് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഈ ഒരു വയറിന്റെ എൻഡും ഇതിന്റെ ആക്സിസിലേക്കും
ഉള്ള ആ ഒരു കണക്ഷൻ എന്നുള്ള പോലെ ഒരു ഇമാജിനറി ആയിട്ട് ഒരു ഹാൻഡിൽ എന്നുള്ള രീതിയിൽ ഒരു കമ്പോണന്റ് അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു ഹാൻഡിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു ടെൻസൈൽ ഫോഴ്സ് ആണ് ഈ സ്പ്രിംഗും അപ്ലൈ ചെയ്തിട്ടുള്ളതായിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഈ ഒരു ടെൻസൈൽ ഫോഴ്സ് ഈ ഹാൻഡിലിന്റെ എൻഡിലായിട്ട് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഒരു സ്പ്രിംഗ് വയറിന്റെ എൻഡിൽ നിന്ന് അതിന്റെ ആക്സിസിലേക്ക് നിൽക്കുന്ന ഹാൻഡിലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ എൻഡിൽ നിന്നാണ് നമ്മുടെ ടെൻസൈൽ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്പ്രിംഗ് വയറിനെ ഇവിടെ സ്പൈറലായിട്ട് ഹെലിക്കൽ ഷേപ്പിൽ വൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളതിനെ നമ്മൾ നിവർത്തി വെച്ചിട്ടുള്ള ഒരു ഫിഗർ ആണ് ഇപ്പുറത്ത് ബി എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത്. ഹെലിക്കൽ സ്പ്രിംഗ് അൺബെൻഡ് അല്ലെങ്കിൽ അൺവൗണ്ട്. ഓക്കെ, വൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിനെ അൺവൗണ്ട് ചെയ്ത് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് റോഡ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ ആദ്യത്തെ ഫിഗറിൽ തന്നെ ഈ ഒരു ഹാൻഡിൽ കാണിച്ചിട്ടുള്ളതിന്റെ ഒരു വയർ എൻഡിൽ നിന്ന് ഇതിന്റെ സെന്ററിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാല് നമുക്കിവിടെ ഒരു മീൻ കോയിൽ ഡയാമീറ്റർ ഉണ്ട്. ദെൻ ഈ ഒരു ഹാൻഡിലിന്റെ എൻഡിൽ നിന്ന് ഈ ഒരു വയറിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഇത് മീൻ കോയിൽ ഡയമീറ്റർ ഹാഫ് ആണ് വരിക. d/2 എന്നുള്ളൊരു ഡിസ്റ്റൻസ് ആണ് ഈ ഒരു ഹാൻഡിലിനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു പർട്ടിക്കുലർ ഈ ഒരു ഫിഗറിനെ അപ്പൊ ഇവിടെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഇങ്ങനെ നമ്മൾ ഒരു ഫോഴ്സ് ടെൻസൈലോ കംപ്രസീവോ ഒക്കെ ആയിട്ടുള്ള ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്പ്രിങ്ങില് ഒരു ടോർഷനും ആക്ട് ചെയ്യും, ഒരു ഡയറക്റ്റ് ഷിയർ സ്ട്രെസ്സും ആക്ട് ചെയ്യും. ഒരു ഡയറക്റ്റ് ഷിയർ ഫോഴ്സും ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോ ഈ ഒരു ടോർഷൻ ആക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഈ ഫോഴ്സ് d/2 എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ടോർക്ക് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോ സാധാരണഗതിയിൽ നമ്മൾ ഒരു റോഡ് ഒരു എൻഡ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു ടോർക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൽ ചെറിയ ഒരു ട്വിസ്റ്റ്, ഒരു ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്നുള്ള രീതിയിൽ അതിനൊരു ഡീഫോർമേഷൻ ഒക്കെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ആക്ട് ചെയ്യുന്ന ടോർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് കാരണമാണ് ഇവിടെ ഒരു ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. ആ ടോർക്കിന്റെ വാല്യൂ എന്നുള്ളത് F × d/2. ഇവിടെ ഈ ഒരു ഹാൻഡിലിന്റെ ലെങ്ത് എന്നുള്ളത് d/2 ആണ്. അത്രയും ലെങ്ത്തിലാണ് F എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ടോർക്ക് അതിന്റെ വാല്യൂ F × d/2 ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാം. ദെൻ ഈ ഒരു സ്പ്രിങ് വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നിവർത്തി കഴിഞ്ഞാൽ ഈ സ്പ്രിങ് വയറിന്റെ ലെങ്ത് എന്നുള്ളത് πd എന്നുള്ളതാണ് ഇവിടത്തെ ഒരു ചുറ്റിന്റെ ഡയാമീറ്റർ. ഓക്കെ, π × d. d എന്നുള്ളത് മീൻ കോയിൽ ഡയമീറ്റർ ആണ്. അപ്പൊ πd ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോയിലിന്റെ ലെങ്ത് കിട്ടും. ദെൻ അതിനെ ഇവിടെ ക്യാപിറ്റൽ N എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ യൂസ് ചെയ്തിരുന്നത് I എന്നുള്ളതാണ് നൊട്ടേഷൻ, ആക്റ്റീവ് നമ്പർ ഓഫ് കോയിൽസ്. അപ്പോ πdi എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ നമ്പർ ഓഫ് കോയിൽസും ഒരു കോയിലിന്റെ ലെങ്ത്തും കൂടി മൾട്ടിപ്പിൾ ചെയ്താൽ ടോട്ടൽ ഈ ഒരു സ്പ്രിംഗ് വയറിന്റെ ലെങ്ത്തും കിട്ടും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് പിന്നീട് ആവശ്യം വരും. ഓർത്തിരിക്കുക, ഇങ്ങനെയാണ് ഈ ഒരു ലെങ്ത് വന്നത്. അതേപോലെ ഇവിടുത്തെ ടോർക്ക് നമുക്ക് ഈ രീതിയിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പോ ഇങ്ങനത്തെ ഒരു ആക്സിയൽ ലോഡ് F അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ കാണിച്ചതുപോലെയുള്ള ഒരു ടോർക്ക് ഈ ഒരു സ്പ്രിംഗ് വയറിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒരു ഷിയർ ഫോഴ്സ് ഈ ഒരു F എന്ന് പറയുന്ന ലോഡിന് ഈക്വൽ ആയിട്ട് ഒരു ഷിയർ ഫോഴ്സും ഈ ഒരു സ്പ്രിംഗ് വയറിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ആ ഒരു ഷിയർ ഫോഴ്സ് കാരണമുള്ളൊരു ഫെയിലിയർ എന്ന് പറയുന്നത് സ്പ്രിങ്ങിന്റെ ഒരു എൻഡിൽ നമ്മൾ F എന്ന് പറഞ്ഞ ഈ ഒരു ഫോഴ്സ് ടെൻസൈലോ കംപ്രസീവോ ഏതെങ്കിലും രീതിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്പ്രിംഗ് ക്രോസ് സെക്ഷൻ എവിടെയെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ആയിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ തന്നെ ഒരു ഫെയിലിയർ ഉണ്ടാവാം. ഓക്കെ, അപ്പോ
ഈ രീതിയിലുള്ള ഒരു ഫെയിലിയറും നമുക്ക് ഓവർകം ചെയ്യണം. അതേപോലെ ടോർക്ക് കാരണമുള്ള ഒരു ഫെയിലിയറും ഇവിടെ ഓവർകം ചെയ്യാൻ പറ്റണം നമ്മൾ സ്പ്രിങ് ഡിസൈൻ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോ നമ്മുടെ സ്പ്രിങ് വയറിൽ അറ്റ് എ ടൈം ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ഷിയർ സ്ട്രെസ്സുകൾ, രണ്ട് രീതിയിൽ ഫോഴ്സ്, ഒരു ടോർക്കും ഒരു ഷിയർ ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്. ടോർക്ക് കാരണം എന്തുണ്ടാവും? ഒരു ടോർഷണൽ ഷിയർ സ്ട്രെസ്സും ഷിയർ ഫോഴ്സ് കാരണം ഒരു ഡയറക്റ്റ് ഷിയർ സ്ട്രെസ്സും ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ആ രണ്ട് സ്ട്രെസ്സുകൾ നമുക്കൊന്ന് നോട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ടോർഷണൽ ഷിയർ സ്ട്രെസ്. Second one shear stress. ഓക്കെ, അപ്പോ ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഇത് നമ്മുടെ സ്പ്രിങ്ങിന്റെ ആക്സിസ് ആണ്, ഇത് നമ്മുടെ ക്രോസ് സെക്ഷൻ ആണ്, സ്പ്രിംഗ് വയർ ക്രോസ് സെക്ഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അറ്റ് എ ടൈം എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ രണ്ട് സ്ട്രെസ്സുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. ടോ എഫ് എന്നുള്ളതാണ് ഇവിടുത്തെ ഡയറക്റ്റ് ഷിയർ സ്ട്രെസ്. അതേപോലെ ടോ ടി. അപ്പൊ ടോ എഫിന്റെ ഡയറക്ഷൻ നോക്കുക. അപ്പൊ ഒരു കംപ്രസീവ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോ എഫ് എപ്പോഴും താഴത്തേക്ക് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു കംപ്രസീവ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്, ഒരു ഫോഴ്സ്, അത് കാരണമുള്ള ഷിയർ സ്ട്രെസ് ആണ് താഴത്തേക്ക് കാണിച്ചിട്ടുള്ളത്. ദെൻ രണ്ട് സോളിഡ് ആയിട്ടുള്ള ആരോ മാർക്സ് ആണ് ഈ ഒരു ടോ എഫ് എന്ന് പറയുന്ന ഡയറക്റ്റ് ഷിയർ സ്ട്രെസ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ഡോട്ടഡ് ആയിട്ടുള്ള ആരോ, അത് 4 ഭാഗത്തുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു വയറ് മൊത്തത്തില് ട്വിസ്റ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ് ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോ അത് 4 ഡയറക്ഷനിലും ആ ഒരു ടോർക്കിന്റെ എഫക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനിവിടെ ടോ ടി എന്ന് പറഞ്ഞിട്ടും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ടോർഷണൽ ഷിയർ സ്ട്രെസ് ടോ ടി, അതേപോലെ ഡയറക്റ്റ് ഷിയർ സ്ട്രെസ് എഫ് എന്ന് പറഞ്ഞ ലോഡ് കാരണമുള്ള ഡയറക്റ്റ് ഷിയർ സ്ട്രെസ് ടോ എഫ്. ഇതൊക്കെയാണ് ഇവിടുത്തെ രണ്ട് സ്ട്രെസ്സുകൾ ഇതിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള ഫിഗറും അതിൽ ആ കൂടി വ്യത്യാസം വരുന്നത് ഈ ഒരു ഷിയർ ഫോഴ്സ്, അതിന്റെ ഡയറക്ഷൻ. അപ്പൊ ഇവിടെ ഒരു ടെൻസൈൽ ഫോഴ്സ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് മുകളിലേക്ക് ആണ് ഈ ഒരു ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ടോർഷന്റെ സെയിം ഡയറക്ഷൻ ക്ലോക്ക് വൈസ് എന്നുള്ളത്, ആന്റി ക്ലോക്ക് വൈസ് എന്നുള്ളത് ഇവിടെ വന്നപ്പോ ക്ലോക്ക് വൈസിലാണ് ടോർക്ക് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ രണ്ട് കേസിലും നോക്കി കഴിഞ്ഞാല് ഇത് ആക്സിസ് ആണ്. ദെൻ ഈ ഒരു ബ്ലാക്ക് ഡോട്ട് കാണിച്ചിട്ടുള്ളത് സ്പ്രിങ്ങിന്റെ ഒരു ഇന്നർ സർഫസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇന്നർ സർഫസിലാണ് എപ്പോഴും സ്ട്രെസ് മാക്സിമം ആയിരിക്കുക. ഓക്കെ, സ്പ്രിങ്ങിന്റെ ക്രോസ് സെക്ഷൻ എടുത്താല് അവിടെ സ്പ്രിങ്ങിന്റെ ഒരു ഔട്ടർ പോയിന്റ് ഉണ്ടായിരിക്കും, ഒരു ഇന്നർ പോയിന്റ് ഉണ്ട്. ദെൻ ആ ഒരു സ്പ്രിങ്ങിന്റെ ക്രോസ് സെക്ഷൻ ഒരു ടോപ്പും ബോട്ടവും, അങ്ങനെ 4 പോയിന്റ്സ് ഉണ്ട്. പക്ഷെ ഈ 4 പോയിന്റുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് ഈ ഒരു ഇന്നർ പോയിന്റിലായിരിക്കും. ഓക്കെ, അത് രണ്ട് ഫിഗർ നോക്കിയാലും കാണാം. ആക്സിസിന് ചേർന്ന് വരുന്ന ആ ഒരു ഭാഗത്തായിരിക്കും എപ്പോഴും എന്ത് ആക്ട് ചെയ്യുന്നത്? മാക്സിമം സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഈ രണ്ട് ടോർഷണൽ ഷിയർ സ്ട്രെസ്സും ഡയറക്റ്റ് ഷിയർ സ്ട്രെസ്സിന്റെയും ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യണം. അപ്പോ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ആദ്യത്തത് ഒരു ടോർഷണൽ ഷിയർ സ്ട്രെസ് ആണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാം.
നമുക്ക് ഓൾറെഡി ടോർഷണൽ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ 16t ഡിവൈഡഡ് ബൈ 5d³ എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ഡി എന്നുള്ളത് വയർ ഡയമീറ്റർ ആണ്. ഇവിടെ വരുന്ന ടോർക്ക് T is equal to നമ്മൾ ആ ടോർക്ക് കണ്ടുപിടിച്ചിരുന്നു F into D/2. ഓക്കെ, ദെൻ അടുത്തത് ബി എന്ന് പറയുന്നത് നമുക്ക് ഇതില് ഈ ടോർഷണൽ ഷിയർ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ ബാക്കിയുള്ള കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 16 into F into D/2 divided by 5d³ is equal to 8FD divided by 5d³ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ ടോർഷൻ കാരണമുള്ള ഷിയർ സ്ട്രെസ്. ദെൻ രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തത് ഷിയർ സ്ട്രെസ് ഡ്യൂ ടു ഡയറക്റ്റ് ഷിയർ ഫോഴ്സ്. അപ്പൊ അതിനെ നമുക്ക് ഡയറക്റ്റ് ഷിയർ സ്ട്രെസ് എന്ന് പറയാം. ടോ എഫ് എന്ന് നമ്മൾ അവിടെ ഡിനോട്ട് ചെയ്തിരുന്നു. ടോ എഫ് എന്നുള്ളത് ഡയറക്റ്റ് ഷിയർ ഫോഴ്സ് ആയ കാരണം, ഷിയർ സ്ട്രെസ് ആയ കാരണം ഷിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ, ആ ഒരു വയറിന്റെ സ്പ്രിംഗ് വയറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡയറക്റ്റ് ഷിയർ സ്ട്രെസ് കിട്ടും. അപ്പൊ ഇതിനെ ഒന്നുകൂടി മോഡിഫൈ ചെയ്താൽ 4F ഡിവൈഡഡ് ബൈ 5d² എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മുടെ സ്പ്രിംഗ് വയറിൽ ആക്ട് ചെയ്യുന്ന രണ്ട് സ്ട്രെസ്സുകളും എന്താണ്, ഷിയർ സ്ട്രെസ്സുകളാണ്. അതുകൊണ്ട് ഇവിടുത്തെ ടോട്ടൽ ഷിയർ സ്ട്രെസ് ടോ is equal to ടോർഷണൽ ഷിയർ സ്ട്രെസ് പ്ലസ് ഡയറക്റ്റ് ഷിയർ സ്ട്രെസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിന്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോ ടോർഷണൽ ഷിയർ സ്ട്രെസ് നമ്മൾ 8FD ഡിവൈഡഡ് ബൈ 5d³ എന്ന് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. പ്ലസ് ഡയറക്റ്റ് ഷിയർ സ്ട്രെസ്സിനെ 4F ഡിവൈഡഡ് ബൈ 5d² എന്ന് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോ ഈ ഒരു ഇക്വേഷനിൽ ചെറിയ രീതിയിൽ മോഡിഫിക്കേഷൻസ് നടത്തിയിട്ട് വേണം നമുക്ക് ഇതിന്റെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇതിൽ ചെയ്യുന്നൊരു കാര്യം, നമുക്ക് കോമൺ ആയിട്ട് ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് ഈ ഒരു ടേമിലുള്ള 8FD ബൈ 5d³ എന്ന് പറയുന്ന ടേമിന് നമുക്ക് ഒരു കോമൺ ടേം ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ ഈ ഒരു റൈറ്റ് സൈഡിലത്തെ ഈ ഒരു 4F ബൈ 5d² എന്ന് പറഞ്ഞ ടേമിന്റെ കൂടെ കുറച്ച് ടേംസ് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യാണ്. ആദ്യമേ തന്നെ ക്യാപിറ്റൽ ഡി മുകളിലും താഴെ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുന്നു. അതേപോലെ സ്മോൾ ഡിയും മൾട്ടിപ്പിൾ ചെയ്യുന്നുണ്ട്. അതേപോലെ 2 മുകളിലും താഴെയും 2 എന്നുള്ള ഒരു നമ്പറും നമ്മൾ മൾട്ടിപ്പിളും ഡിവൈഡിങ്ങും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8FD ബൈ 5d³ എന്നുള്ളത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ ബാക്കി 1 പ്ലസ് ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാല് ഇത്രയും ടേംസ് കൂടി ചേരുമ്പോഴാണ് ന്യൂമറേറ്ററിൽ 8FD വരിക, താഴെ 5d³ വരണം. ഓക്കെ, അപ്പൊ ബാക്കി ഇവിടെ D ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ D into 2 എന്നുള്ള ഒരു ടേം ആണ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ അടുത്ത ഒരു ഇക്വേഷൻ എഴുതാം. ടോട്ടൽ ഷിയർ സ്ട്രെസ് ടോ is equal to 8FD ബൈ 5d³ എന്നുള്ളത് നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. 1 പ്ലസ്
ഡി ഡിവൈഡഡ് ബൈ ക്യൂ ഡി എന്നുള്ളതാണ് ഇനി അവിടെ ബ്രാക്കറ്റിലുള്ളത്. ദെൻ നമുക്ക് ഒരു കാര്യം കൂടി അറിയാം, സ്പ്രിംഗ് ഇൻഡെക്സ്. ഡി ബൈ ഡി എന്നുള്ളതാണ് നമ്മുടെ സ്പ്രിംഗ് ഇൻഡെക്സ്. ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി, മീൻ കോയിൽ ഡയാമീറ്റർ ഡിവൈഡ് ബൈ വയർ ഡയാമീറ്റർ എന്നുള്ള ടൈമിനെയാണ് നമ്മൾ സ്പ്രിംഗ് ഇൻഡെക്സ് സി എന്ന് ഡിനോട്ട് ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ഡി ബൈ ഡി എന്ന് പറയുന്ന ടേമിന് പകരം അപ്പൊ ഇവിടെ 1/c എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഡി ബൈ ഡി എന്നുള്ളതിന് പകരം 1/c എന്ന് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താവും? Tau is equal to 8f d divided by 5d cube into 1 plus 1/2c. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു 1 plus 1/2c എന്ന് പറയുന്നതിനെ നമ്മൾ ഒരു കോൺസ്റ്റന്റ് ആക്കിയിട്ട് എഴുതാറുണ്ട്. 8fd divided by 5d cube into ks. സോറി, ഷിയർ സ്ട്രെസ് ഫാക്ടർ എന്നാണ് ഇതിന് പറയാം. ഓക്കെ, ks എന്നുള്ളത് 1 plus 1/2c എന്നാണ്. ഇതിന് നമ്മൾ ഷിയർ സ്ട്രെസ് ഫാക്ടർ എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങള് ഇവിടെ നമ്മൾ ഒരു സ്പ്രിങ്ങിന്റെ ക്രോസ് സെക്ഷൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. നമ്മുടെ സ്പ്രിങ്ങില് നമ്മുടെ ആക്സിയൽ ഒരു കംപ്രസീവ് ലോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പല പല സ്ട്രെസ്സുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഒരു സ്പ്രിങ്ങിന്റെ ചുറ്റുകളാണ് കാണിച്ചിട്ടുള്ളത്. ഇത് ഇതിന്റെ ആക്സിസ് ആണ്. ഇവിടെ മീൻ കോയിൽ ഡയമീറ്റർ കാണിച്ചിട്ടുണ്ട്, ഇവിടെ വയർ ഡയമീറ്റർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഈ ഒരു സ്പ്രിങ്ങില് ടോർഷൻ കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് ആണ് ഈ എ എന്ന് പറഞ്ഞ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ടോ ടി എന്ന് പറയുന്ന സ്ട്രെസ് ആണ് ഈ ഒരു ഫിഗറിലുള്ളത്. ദെൻ ടോ എഫ് എന്ന് പറയുന്ന സ്ട്രെസ് ആണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഡയറക്റ്റ് ഷിയർ സ്ട്രെസ്. ദെൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് നമ്മുടെ റിസൾട്ടന്റ് ഷിയർ സ്ട്രെസിന്റെ എഫക്റ്റ് ആണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അപ്പോ ഇത്രയുമാണ് നിലവിൽ നമ്മൾ കണ്ടുപിടിച്ചത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുക. പക്ഷെ ഇത് കൂടാതെ നമ്മൾ ഇതുവരെ കൺസിഡർ ചെയ്തത് രണ്ട് തരത്തിലുള്ള ഷിയർ സ്ട്രെസ്സുകളായിരുന്നു. ഇത് കൂടാതെ ഒരു കർവേച്ചർ എഫക്റ്റ് കൂടി നമ്മുടെ സ്പ്രിങ്ങിൽ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇതിനു മുമ്പ് സ്പ്രിംഗ് ഇൻഡെക്സിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സ്പ്രിംഗ് ഇൻഡെക്സിന്റെ വാല്യൂ വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കർവേച്ചർ കൂടും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അത് കാരണം സ്പ്രിങ്ങിന്റെ ഇന്നർ സർഫസിൽ ഇവിടെ ഒരു സ്പ്രിങ് കാണിച്ചിട്ടുണ്ട്. അതിൽ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നതൊക്കെയാണ് ഇതിന്റെ ഇന്നർ സർഫസിൽ വരുന്ന പോയിന്റ്സ്. ഓക്കെ, അപ്പോ ഈ ഒരു പർട്ടിക്കുലർ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഇന്നർ പോയിന്റിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് ടോർക്കും ഡയറക്റ്റ് ഷിയർ ഫോഴ്സും കാരണം ഉണ്ടാകുന്ന മാക്സിമം ഷിയർ സ്ട്രെസ് ഈ ഒരു ഇന്നർ പോയിന്റിലാണ് വരുന്നത്. അത് എല്ലാ ഇന്നർ പോയിന്റ്സിലും ഇതേപോലെ സ്ട്രെസ് കൂടുതലായിരിക്കും. ഓക്കെ, ഇത് കൂടാതെ കർവേച്ചർ എഫക്റ്റും കൂടി കൺസിഡർ ചെയ്താൽ ഈ സ്ട്രെസ് കുറെ കൂടി ഹയർ ആയിട്ട് വരാനാണ് സാധ്യത. ഓക്കെ, അപ്പൊ നമ്മള് സ്പ്രിംഗിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ഇപ്പൊ കണ്ടുപിടിച്ച ടോ എന്ന് പറയുന്ന വാല്യൂവിനേക്കാളും കൂടാനാണ് സാധ്യത. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു എഫക്റ്റ് നമുക്ക് ഇവിടെ ഒരു ഫിഗർ വരച്ചിട്ട് ഇപ്പൊ ഓൾറെഡി ഇവിടെ ഒരു ഗ്രാഫ് നമുക്ക് റിസൾട്ടന്റ് സ്ട്രെസിന്റെ ഗ്രാഫ് ഉണ്ട്. അതില് കർവേച്ചർ എഫക്റ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്താൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സ്പ്രിങ്ങിന്റെ ക്രോസ് സെക്ഷൻ. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഒന്ന് മാർക്ക് ചെയ്യാം. ദെൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് പോലെ ഇവിടുത്തെ ആ ഒരു ഷിയർ സ്ട്രെസിന്റെ ഒരു പ്ലോട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ്
ഇപ്പൊ നിലവിൽ ഇവിടെ കാണിച്ചിട്ടുള്ള ഷിയർ സ്ട്രെസ് വാല്യൂ. ഇനി കർവച്ചർ എഫക്ട് കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ വരുന്നൊരു വേരിയേഷൻ എന്ന് വെച്ചാൽ ഈ ഒരു ഡോട്ടഡ് ലൈനിന് പകരം ഇവിടെ ഉണ്ടാവുക ഈ രീതിയിൽ കർവ്ഡ് ആയിട്ടുള്ളൊരു ലൈനാണ് ഇവിടെ വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും? നമുക്ക് ആ ഒരു ഇന്നർ പോയിന്റിലുള്ള സ്ട്രെസ് കുറെ കൂടി ഷൂട്ടപ്പ് ചെയ്ത് കൂടാനായിട്ട് കർവച്ചർ എഫക്ട് കാരണം ഇവിടുത്തെ സ്ട്രെസ് കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ കൂടുതലാകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തെ സ്ട്രെസ് നമ്മൾ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്ത സ്ട്രെസ് എന്ന് പറയുന്നത് ഇത്രയായിരുന്നു. പക്ഷെ കർവച്ചർ എഫക്ട് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഇത് കുറെ കൂടി വലിയ ഒരു സ്ട്രെസ് ആയിട്ട് മാറാനാണ് സാധ്യത. ഓക്കെ, അപ്പോ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ച ആ ഒരു റിസൾട്ടന്റ് സ്ട്രെസിന്റെ ഇക്വേഷനിൽ നമ്മൾ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തുകയാണ്. നമ്മൾ പുതിയ ഒരു കോൺസ്റ്റന്റ് കൂടി കൺസിഡർ ചെയ്യാണ്. നമ്മൾ ഇതുവരെ ഒരു ഷിയർ സ്ട്രെസ് ഫാക്ടർ KS എന്നുള്ളതാണ് യൂസ് ചെയ്തത്. അതിന് പകരം നമ്മൾ വോൾ സ്ട്രെസ് ഫാക്ടർ KW എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൺസിഡർ ചെയ്യാണ്. അതിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: KW is equal to 4C minus 1 divided by 4C minus 4 plus 0.615 divided by C. ഇതാണ് വോൾസ് സ്ട്രെസ് ഫാക്ടർ. ഇത് AM വോൾ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ സജസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത് കർവച്ചർ എഫക്ട് കൂടി നമ്മുടെ സ്ട്രെസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അപ്പൊ നമ്മുടെ ഫൈനൽ ഷിയർ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ ടോ ഇസ് ഈക്വൽ ടു 8FD KW divided by pi d cube എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ചില സമയത്ത് ഈ ഒരു ഇക്വേഷന് 8FD K divided by pi d cube KW എന്നുള്ള ആ ഒരു ടേം എപ്പോഴും കാണണമെന്നില്ല. ചില സമയത്ത് അത് K മാത്രമായിട്ടാവും ചിലപ്പോൾ റെപ്രസെന്റ് ചെയ്യാറ്. ഓക്കെ, ഇനി ഈ ഇക്വേഷനെ തന്നെ നമ്മൾ ഒന്നുകൂടി മോഡിഫൈ ചെയ്യാണ്. ഇവിടെ ക്യാപിറ്റൽ D ഡിവൈഡഡ് ബൈ സ്മോൾ d എന്നുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ എന്താക്കി മാറ്റാം? നമ്മുടെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ d/d എന്നുള്ളതിന് പകരം C എന്നുള്ള സ്പ്രിംഗ് കോൺസ്റ്റന്റ് സ്പ്രിംഗ് ഇൻഡെക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ 8FCK ഡിവൈഡഡ് ബൈ pi d സ്ക്വയർ എന്നാക്കാൻ പറ്റും. കെയും KW ഒക്കെ ഒന്ന് തന്നെയാണ്. ചില സ്ഥലത്ത് ഇപ്പൊ ഡാറ്റ ബുക്കിലൊക്കെ നോക്കിയാൽ അവിടെ K എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് ഉദ്ദേശിക്കുന്നത് വോൾ സ്ട്രെസ് ഫാക്ടർ തന്നെയാണ്. ദെൻ 8FC ഡിവൈഡഡ് ബൈ pi d സ്ക്വയർ എന്നായിരിക്കും പിന്നെ അവിടെ വരിക. ഓക്കെ, ക്യാപിറ്റൽ D ബൈ സ്മോൾ d എന്ന് പറയുന്ന ടേമിനെ നമ്മൾ സ്പ്രിംഗ് ഇൻഡെക്സ് ആക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷനും നമുക്ക് ഇതിന്റെ പ്രോബ്ലംസും അല്ലെങ്കിൽ ഡിസൈനിന്റെ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ആവശ്യം വരും. ഓക്കെ, ദെൻ ഇനി നമുക്ക് നോക്കാനുള്ളത് സ്പ്രിങ്ങിന്റെ ഡിഫ്ലക്ഷൻ. സ്പ്രിങ്ങില് എത്രത്തോളം ഡിഫ്ലക്ഷൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ സ്പ്രിങ്ങിനെ ഒരു ബാർ ആക്കിയിട്ട് കാണിച്ചു. അപ്പൊ അവിടെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു സ്ട്രെയിറ്റ് റോഡായിട്ട് കാണിച്ചു. അപ്പോ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിലൊരു ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അത് കാരണം ഉണ്ടാവുന്ന ഒരു ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ആണ് ഇവിടെ ഫിഗറിൽ തീറ്റ എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഒരു ആംഗിൾ തീറ്റ, അത്രയും ആംഗിൾ അത് ആ ഒരു ടോട്ടൽ നമ്മുടെ സ്പ്രിങ്
ഒരു റോഡ് പോലെ ആക്കിയുള്ള ആ ഒരു ടോട്ടൽ റോഡിൽ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് ട്വിസ്റ്റിനെയാണ് തീറ്റ എന്ന് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്നുള്ളത് നമ്മുടെ സ്പ്രിങ്ങിന് മൊത്തത്തിൽ ഉണ്ടാകുന്ന ഒരു ഡിഫ്ലക്ഷന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. സ്പ്രിങ് എന്നുള്ളത് ആക്ച്വലി എന്താണ്, ഒരു ഹെലിക്കൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ഹെലിക്കൽ ഷേപ്പിലുള്ള സ്പ്രിങ്ങില് ഒരു ഇനീഷ്യൽ പൊസിഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം അതില് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായി. ഓക്കെ, ആ ഒരു ഡിഫ്ലക്ഷന്റെ വാല്യൂ y ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ഡെൽറ്റ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. തൽക്കാലം ഈ ഒരു ഡിഫ്ലക്ഷൻ y എന്നുള്ള നൊട്ടേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ y ആണ് ഇവിടുത്തെ ഡിഫ്ലക്ഷൻ എന്ന് വിചാരിക്കുക. അപ്പൊ അത്രയും ഡിഫ്ലക്ഷൻ കാരണം ഇതില് സ്പ്രിംഗ് വയറിൽ മൊത്തത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാകും. ആ ട്വിസ്റ്റ് അതിന്റെ വാല്യൂ ആണ് ഇവിടെ തീറ്റ എന്ന് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിളില് ഈ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള പോർഷൻ ആണ് ഡിഫ്ലക്ഷൻ y. ദെൻ ഇവിടുത്തെ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ മീൻ കോയിൽ ഡയാമീറ്റർ ബൈ 2. ഓക്കെ, അപ്പൊ ഇവിടെ ആംഗുലാർ ഡിഫ്ലക്ഷൻ ഈ ഒരു തീറ്റയുടെ വാല്യൂ നമുക്ക് ഇവിടെ എടുത്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു ഇക്വേഷൻ ആണ് ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എഴുതി കഴിഞ്ഞാല് തീറ്റ ഇസ് ഈക്വൽ ടു y എന്നുള്ളതാണ് ഇവിടെ ആർക്കിന് ഈക്വലന്റ് ആയിട്ട് വരുന്ന ഡയമെൻഷൻ. y ഡിവൈഡഡ് ബൈ റേഡിയസ് എന്നുള്ളത് ഇവിടുത്തെ d ബൈ 2 എന്ന് പറയുന്ന ടേമുമാണ്. ഓക്കെ, അപ്പൊ ഇവിടത്തെ ഡിഫ്ലക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ തീറ്റ എന്ന് പറയുന്ന ഒരു വാല്യൂ വെച്ചിട്ട് നമ്മൾ ഇതിനെ ആദ്യം എഴുതി. ദെൻ ഡിഫ്ലക്ഷൻ y എന്താണെന്ന് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും, y is equal to തീറ്റ ഇൻറ്റു d ബൈ 2. ഓക്കെ, അപ്പൊ ഡിഫ്ലക്ഷൻ എന്നുള്ളത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ നമുക്ക് ടോർഷൻ ഇക്വേഷനിലും ഈ ഒരു ആംഗുലാർ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ടോർഷൻ ഇക്വേഷൻ എന്താണ്, t ബൈ j is equal to tau by r is equal to g theta by l. ഓക്കെ, അപ്പോ ഈ ഒരു ഇക്വേഷനില് നമ്മള് t by j is equal to g theta by l എന്ന് പറയുന്ന ആ ഒരു പോർഷൻ മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മിഡിൽ ടേം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ബാക്കിയുള്ള ഭാഗങ്ങളെ നമുക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് അതിന്ന് തീറ്റ എന്താന്ന് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും, നമുക്ക് g തീറ്റ ബൈ l is equal to t by j എന്നുണ്ട്. അപ്പൊ ഇതിന് തീറ്റ is equal to t l divided by j g എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പോ നമ്മൾ ഓൾറെഡി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന് ഡിഫ്ലക്ഷൻ y is equal to തീറ്റ ഇൻറ്റു d ബൈ 2 എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. ദെൻ നമുക്ക് ആ ഒരു സ്പ്രിങ്ങിന്റെ ലെങ്ത് L എന്നുള്ളത് സ്പ്രിങ്ങിനെ നിവർത്തി വെച്ചൊരു റോഡാക്കി വെച്ചപ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ലെങ്ത്തിന്റെ വാല്യൂ y ഇൻറ്റു d ഇൻറ്റു i ആക്റ്റീവ് നമ്പർ ഓഫ് ടേൺസ് വെച്ചിട്ട് നമ്മൾ ലെങ്ത്തിന്റെ ഒരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ J is equal to pi d raised to 4 by 32 എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. pi d raised to 4 by 32 എന്നുള്ളതാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഈ ഒരു ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഡിഫ്ലക്ഷൻ y എന്നുള്ള ഇക്വേഷനിൽ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദെൻ ആ ഒരു തീറ്റ ഇക്വേഷനിൽ ഓൾറെഡി ഇവിടെ ഈ ഒരു ലെങ്ത്തും പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഒക്കെ വരും. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ തീറ്റയുടെ ഇക്വേഷൻ ആദ്യമേ തന്നെ ഒന്ന് മോഡിഫൈ ചെയ്യാം.
ടി ഇൻറ്റു പൈ ഡി ഐ ഡിവൈഡ് ബൈ ജെ കൊടുക്കുമ്പോൾ പൈ ഡി റൈസ് ടു 4 ന്യൂമറേറ്ററിൽ 32 എന്നുള്ളത്. ഓക്കെ, ഇവിടെ പൈ വാല്യൂസ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഇവിടെ 32 ടി ടി ഐ ഡിവൈഡ് ബൈ ടി റൈസ് ടു 4 എന്നുണ്ട്. ദെൻ നമ്മളിത് ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും deflection y is equal to 32 t into I divided by 0 to 4 into t by 2. ദെൻ ഇതിലൊരു സബ്സ്റ്റിറ്റ്യൂഷനും കൂടി ഉണ്ട്. ഇവിടെ നമ്മൾ ടോർക്ക്, ഈ ഒരു ന്യൂമറേറ്ററിലുള്ള ടോർക്കിനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമായിരുന്നു. ടോർക്കിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടോർക്ക് ടി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി ബൈ 2 എന്ന് വരും. ഓക്കെ, ഇതുകൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ y is equal to f d cube I divided by g d raised to 4. So നമ്മൾ ഓൾറെഡി g എന്ന് പറയുന്ന ടേമോട് മിസ്സിംഗ് ഉണ്ട്. g എന്ന ടേം മിസ്സിംഗ്. ശരി, ഓക്കെ. അപ്പോൾ ഡിഫ്ലക്ഷന് ഓക്കെ, അപ്പോൾ മെയിനായിട്ട് രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് വേണ്ടിയിരുന്നത്. ഒന്ന് ഷിയർ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ tau is equal to 8f dk by pi d cube. Then അടുത്തൊരു ഇക്വേഷൻ ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് കണ്ടുപിടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നമ്മുടെ സ്പ്രിംഗ് ഡിസൈനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രണ്ട് ഇക്വേഷൻസ് ആണ്. ഇത് വെച്ചിട്ട് വേണം നമുക്ക് സ്പ്രിങ്ങിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ ഇത് കൂടാതെ പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്പ്രിങ്ങിന്റെ സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി സ്റ്റിഫ്നെസിന്റെ കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. ഓക്കെ, നമുക്ക് സ്റ്റിഫ്നെസ്സിന് F0 or K എന്നുള്ളതാണ് നമ്മുടെ നൊട്ടേഷൻ. F എന്നുള്ളതാണ് നമ്മുടെ ഫോഴ്സ് അല്ലെങ്കിൽ ഓടുന്നുണ്ടെങ്കിൽ F is equal to K into Y.
y എന്നുള്ളത് നമ്മുടെ ഡിഫ്ലക്ഷൻ ആണ്, k എന്നുള്ളത് നമ്മുടെ സ്റ്റിഫ്നെസ് ആണ്. ഓക്കെ, അപ്പോ രണ്ട് രീതിയിൽ നമുക്ക് സ്പ്രിങ്സിന്റെ കണക്ഷൻസ് ഒന്ന് നോക്കാം. സ്പ്രിങ്സ് ഇൻ സീരീസ്, അപ്പൊ അവിടെ എങ്ങനെയാണ് ഒരു റിസൾട്ടന്റ് ആയിട്ടുള്ള സ്റ്റിഫ്നെസ് വരാൻ നോക്കാം. രണ്ട് സ്പ്രിങ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇതാണ് ഒന്നാമത്തെ സ്പ്രിങ്, ഇതാണ് രണ്ടാമത്തെ സ്പ്രിങ്. ഇതിന്റെ മുകളിലായിട്ട് ഒരു F എന്ന് പറയുന്ന ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യാണ്. ഒന്നാമത്തെ സ്പ്രിങ്ങിന്റെ കോൺസ്റ്റന്റ് K1, രണ്ടാമത്തെ സ്പ്രിങ്ങിന്റെ സ്പ്രിങ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് K2 ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ F എന്ന് പറയുന്ന ലോഡ് ഇവിടെ ആക്ട് ചെയ്യുന്ന കാരണം സ്പ്രിങ്ങിൽ ടോട്ടലി ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ y ആണെന്ന് വിചാരിക്കുക. ഓക്കെ, y എന്നുള്ളത് ഒന്നാമത്തെ സ്പ്രിങ്ങിലത്തെ y1 എന്ന് പറയുന്ന ഡിഫ്ലക്ഷന്റെ രണ്ടാമത്തെ സ്പ്രിങ്ങിൽ ഉണ്ടാകുന്ന y2 എന്ന് പറയുന്ന ഡിഫ്ലക്ഷന്റെ സം ആണ് ഇവിടുത്തെ ഈ ഒരു ടോട്ടൽ ഡിഫ്ലക്ഷൻ y. ഓക്കെ, ദെൻ നമുക്ക് ഓൾറെഡി സ്പ്രിങ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ F is equal to K y എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് y എന്ന് പറഞ്ഞാൽ എന്ത് വരും? y is equal to F by K. അപ്പോൾ ഒന്നാമത്തെ സ്പ്രിങ്ങിന്റെ കേസിൽ നമുക്ക് എന്ത് പറയാം? y1 is equal to F by K1, y2 is equal to F divided by K2. So total deflection y എന്നുള്ളതിന് പകരം F by K is equal to F divided by K1 plus F divided by K2 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ F എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പോൾ 1 by K is equal to 1 by K1 plus 1 by K2 എന്നുള്ളതാണ് നമ്മുടെ സ്റ്റിഫ്നെസ്സുകളുടെ സ്റ്റിഫ്നെസ്. K എന്ന് പറയുന്ന കമ്പൈൻഡ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ദെൻ ഇപ്പൊ നമ്മള് സ്പ്രിങ്സ് സീരീസ് കേസ് ആണ് നോക്കിയത്. ഇനി അടുത്ത ഒരു കേസ് എന്നുള്ളത് സ്പ്രിങ്സ് ഇൻ പാരലൽ. ഓക്കെ, അപ്പൊ ഇവിടെ 1, 2 എന്ന് പറയുന്ന രണ്ട് സ്പ്രിങ്സ് ഒരു സർഫസിൽ പാരലായിട്ട് പിടിപ്പിച്ചേക്കാണ്. നമ്മൾ ഇതിന് രണ്ടിനും കൂടിയിട്ട് ഒരു ഫോഴ്സ് F എന്ന് പറയുന്ന ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തേക്കാണ്. അപ്പോൾ ഒന്നാമത്തെ സ്പ്രിങ്ങിന്റെ കോൺസ്റ്റന്റ് K1, രണ്ടാമത്തെ സ്പ്രിങ്ങിന്റെ കോൺസ്റ്റന്റ് K2. ഓക്കെ, അപ്പൊ ഇവിടെ ടോട്ടൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F എന്നുള്ളത് ഒന്നാമത്തെ സ്പ്രിങ് അതിന്റെ F1 എന്ന് പറയുന്ന ഒരു പോർഷൻ ആയിരിക്കും. രണ്ടാമത്തെ സ്പ്രിങ് എടുക്കുന്നത് F2 എന്ന് പറയുന്ന ഒരു ലോഡ് ആയിരിക്കും. കോൺസ്റ്റന്റ് ഡിഫറന്റ് ആണ്. ഓക്കെ, അപ്പോ നമുക്ക് Fന് പകരം KY is equal to, then ഇവിടുത്തെ ഡിഫ്ലക്ഷൻ എല്ലാ ഡിഫ്ലക്ഷനും സെയിം ആണ്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ കേസിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ടോട്ടൽ ഡിഫ്ലക്ഷൻ y എന്നുള്ളത് ഈക്വൽ ടു y1 which is equal to y2. ഒരേപോലെയാണ് ഈ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് സ്പ്രിങ്ങും ഡിഫ്ലക്ട് ചെയ്യും. പക്ഷെ രണ്ടിലുള്ള ലോഡുകൾ ഡിഫറെന്റ് ആയിരിക്കും. F1 F2 എന്നുള്ള ഡിഫറെന്റ് ലോഡുകളായിരിക്കും, പക്ഷെ ഡിഫ്ലക്ഷൻ എല്ലാം കോമൺ ആണ്. അപ്പോൾ Fന് പകരം നമുക്ക് KY സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F1ന് പകരം KY is equal to K1 Y1 is equal to plus K2 Y2. ഇവിടെ Y1 ഉം Y2 ഒക്കെ സെയിം ആണ്, ഈക്വൽ ആണ്. Y is equal to Y1 is equal to Y2. അപ്പൊ നമ്മുടെ റിസൾട്ടന്റ് ആയിട്ടുള്ള സ്റ്റിഫ്നെസ് K is equal to K1 plus K2. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ സ്പ്രിങ്സിന്റെ അറേഞ്ച്മെന്റിനനുസരിച്ചിട്ട് അവിടുത്തെ ഈ ഒരു സ്റ്റിഫ്നെസ്സിലുള്ള വേരിയേഷൻ ഉണ്ട്. അപ്പൊ ഈ ഒരു ഇത് നമ്മൾ ഇതിനു മുമ്പ്
റെസിസ്റ്റേഴ്സിലത്തെ അവിടുത്തെ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇതേപോലെ ആഡ് ചെയ്തിട്ടൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ സ്പ്രിങ്സിന്റെ സ്റ്റിഫ്നെസ് ആണ് ഈ ഒരു റിസൾട്ടന്റ് ആയിട്ട് ഈ രീതിയിൽ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ഇതുകൂടെ അറിഞ്ഞിരിക്കുക, നമുക്കിത് ഫ്യൂച്ചറിൽ നമുക്ക് ആവശ്യം വരുന്ന കേസുകളാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്പ്രിംഗ് ഡിസൈനിന്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും, ഇത് പ്രോബ്ലം ചെയ്യും. ഓക്കെ, താങ്ക് യു.